കലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിയിലെ സാമ്പത്തിക തട്ടിപ്പിൽ MD നികേഷ് കുമാറിന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത്. പരിപാടിക്കായി ലഭിച്ച പണം പലർക്കായി വീതിച്ചു നൽകിയെന്നും ലഭിച്ച 4 കോടിയോളം രൂപയിൽ തുച്ഛമായ തുക മാത്രമാണ് തന്റെ പക്കലുള്ളതെന്നും നികേഷ് പറഞ്ഞു. ദിവ്യ ഉണ്ണിക്കും പൂർണിമയ്ക്കും സിജോയ് വർഗീസിനും വിഹിതം നൽകി. GCDAയുടെ സ്റ്റേഡിയം തരപ്പെടുത്തി തന്ന കൃഷ്ണകുമാറും നല്ലൊരു തുക കമ്മീഷനായി കൈപ്പറ്റിയെന്നും നികേഷ് കുമാർ പോലീസിൽ മൊഴി നൽകി. ഇന്നലെ അറസ്റ്റിലായ മൃദംഗ വിഷൻ ഉടമ നികേഷ് കുമാറിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ജാമ്യമില്ലാ വകുപ്പുകളാണ് ഇയാൾക്ക് മേൽ ചുമത്തിയിരിക്കുന്നത്. അതേസമയം അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതിയുണ്ടെന്ന് ഇന്നലെ ഡോക്ടർമാർ അറിയിച്ചു. എക്സ്റേയിൽ നീർക്കെട്ട് കണ്ടതായും ഡോക്ടർമാർ പറഞ്ഞു. ഉമാ തോമസ് നാളെ കൂടി വെന്റിലേറ്ററിൽ തുടരും. ഡിസംബർ 29-ന് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡിനായി 12,000-ഓളം ഭരതനാട്യം നർത്തകരെ അണിനിരത്തിക്കൊണ്ട് മഹാഭരതനാട്യം അരങ്ങേറുന്നതിനിടെയാണ് അപകടം ഉണ്ടായത്. VIP-കൾക്കായി ഒരുക്കിയിട്ടുള്ള സ്റ്റേജിലേക്ക് വരുന്നതിനിടെ MLA കാൽ വഴുതി വീഴുകയായിരുന്നു. കോൺക്രീറ്റ് സ്ലാബിലേക്ക് തലയിടിച്ച് വീഴുകയും ചെയ്തു. ചട്ടം ലംഘിച്ച് തട്ടിക്കൂട്ടുവേദി സ്റ്റേഡിയത്തിൽ നിർമ്മിച്ച് അപകടമുണ്ടാക്കിയ സംഭവത്തിൽ മറ്റു വഴികളില്ലാതായതോടെയാണ് സംഘാടകനായ നികേഷ് കുമാർ കീഴടങ്ങിയത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇയാളോട് കീഴടങ്ങാൻ നിർദ്ദേശിച്ചിരുന്നു. അമേരിക്കയിലേക്ക് മടങ്ങിയ ദിവ്യ ഉണ്ണിയെ ആവശ്യമെങ്കിൽ പോലീസ് തിരികെ വിളിപ്പിക്കും. പരിപാടി നടത്തിപ്പിന്റെ മുഖ്യ ചുമതല നികേഷിനായിരുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത മൃദംഗ വിഷൻ CEOയും മൊഴി നൽകിയത്. നിർമ്മാണത്തിലെ അപാകതകൾക്കൊപ്പം സാമ്പത്തിക വഞ്ചനാ കുറ്റവും ഇയാൾക്കെതിരെ ചുമത്തും. പരിപാടിക്ക് പണം നൽകി വഞ്ചിതരായെന്ന് പറഞ്ഞ് കൂടുതൽ ആളുകൾ പോലീസിനെ സമീപിക്കുന്നുണ്ട്. മൃദംഗ വിഷന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കും. ഇതിനായി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തു. മൃദംഗ വിഷന്റെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചു. പണമിടപാടുകൾ ആദായ നികുതി വകുപ്പും പരിശോധിക്കുന്നുണ്ട്. സംഘാടകരായ മൃദംഗ വിഷനുമായി സഹകരിച്ച മറ്റ് ഏജൻസികളെയും വ്യക്തികളുടെയും മൊഴികളും പോലീസ് എടുക്കും. അതിനിടെ നൃത്തപരിപാടിയുടെ സാമ്പത്തിക ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കുന്നതിനിടെ നൃത്താവതരണത്തിന് നേതൃത്വം നൽകിയ നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയത് പോലീസിന് തിരിച്ചടിയായി. കേസിലെ മറ്റു പ്രതികളുടെ മൊഴിയെടുത്ത ശേഷം ആവശ്യമെങ്കിൽ ദിവ്യ ഉണ്ണിയെ തിരികെ വിളിപ്പിക്കാനാണ് പോലീസിന്റെ അടുത്ത നീക്കം.